സോ എല്ലാവർക്കും ടേറ്റ് ദേശി എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കാണാൻ പോകുന്നത്. ഇറ്റ്സ് ഓക്കെ. സോ ഈ ഓപ്പർച്യൂണിറ്റി കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഈ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ഈ സമയത്ത് ഇന്ന് നമ്മൾ ഇരിക്കുന്ന കാലാവസ്ഥ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഈ സിറ്റുവേഷനിൽ ഈ സമയത്ത് നമുക്കൊരു ബിസിനസ് ചെയ്യണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, ആ ബിസിനസ് ഡിജിറ്റൽ ബിസിനസ് ചെയ്യണോ? 3, ആ ഡിജിറ്റൽ ബിസിനസ് എന്നുള്ള ആ ബിസിനസിന്റെ കൂടെ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വേർഡ്, അപ്പൊ ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണോ? ഓക്കെ. സോ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബിസിനസ്സിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇന്ന് ഏറ്റവും വലിയ ചലഞ്ചിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഇന്ന് ലോകം ഫുള്ള് കൊറോണ എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് എല്ലാവരും വറീഡാണ്. എല്ലാ ബിസിനസ് പീപ്പിൾ വറീഡാണ്, ജോബ് ചെയ്യുന്നവർ വറീഡാണ്. ഓക്കെ. ഡേ ബൈ ഡേ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് തീരും നാളെ തീരും നമ്മൾ വിചാരിക്കുന്നെങ്കിലും എവറി ഡേ ഇത് വന്നിട്ട് ഭയങ്കര റാൻഡം ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ട് പോവാണ്. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസും 100% ലോക്ക്ഡൌണിലാണ്. ഓക്കെ. എവ്രിവെയർ ഇറ്റ്സ് ക്വാറന്റൈൻ. സോ ഈ ടഫ് സിറ്റുവേഷനിൽ, ഈ ഒരു പ്രശ്നമുള്ള സമയത്തും ചില ആളുകൾ വളരെ ഹാപ്പിയാണ്. അവരാരാണെന്ന് വെച്ചാൽ, ആരൊക്കെയാണോ ഇന്ന് ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഇന്ന് വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ വളരെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മേജർ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാവരും വീട്ടിലിരുന്ന് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ചിലർ ഫേസ്ബുക്കിൽ പോയി ടൈം പാസ് ചെയ്യുന്നുണ്ട്, ചിലർ യൂട്യൂബിൽ പോയി വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ ഒരു ദിവസം നമുക്ക് നമ്മൾ എല്ലാവരും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ മണിക്കൂറുകൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനികൾ കോടിക്കണക്കിന് ലാഭം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ അത് എങ്ങനെ ഏതെന്നുള്ളതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സർവേ പറയാം. ഓക്കെ. ഇന്ന് ലോകത്ത് 2449 മില്യൺ പീപ്പിൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 2000 മില്യൺ പീപ്പിൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി. 1600 മില്യൺ പീപ്പിൾ ഡെയിലി വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. 1000 മില്യൺ പീപ്പിൾ ഡെയിലി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫിഗർ എന്ന് പറയുന്ന ചെറിയ ഫിഗർ അല്ല. ഇറ്റ്സ് ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് പീപ്പിൾ ഡെയിലി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇതിൽ വന്ന് യൂസ് ചെയ്യുന്നു. ഇവിടെ വന്ന് ഇവർ ഈ ഫേസ്ബുക്കില് വന്ന് ചാറ്റ് ചെയ്യുന്നത് കൊണ്ടോ, വീഡിയോ കാണുന്നത് കൊണ്ടോ, യൂട്യൂബില് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ ആർക്കും പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ കമ്പനികൾ കോടിക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം, ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് വളരെ റീസെന്റ് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന കമ്പനികൾ വിലയ്ക്ക് മേടിച്ചു. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, വാട്സപ്പിനെ ഫേസ്ബുക്ക് $19 ബില്യൺ കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 1.25 ലക്ഷം കോടി. അപ്പൊ 1.25 ലക്ഷം കോടി കൊടുത്ത് വാട്സപ്പിനെ ഫേസ്ബുക്ക് എന്തുകൊണ്ട് വിലയ്ക്ക് മേടിച്ചു അല്ലെ? ബേസിക്കലി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വാട്സപ്പിന് ഒരു വരുമാനവും ഇല്ല. കാരണം നമ്മൾ 1 രൂപയും കൊടുക്കുന്നില്ല. വാട്സപ്പിന് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ട് ഒരു വരുമാനവും ഇല്ല. അപ്പൊ വാട്സപ്പിന് വരുന്ന വരുമാനം തന്നെയാണ് ഫേസ്ബുക്കിനെ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് മേടിക്കാൻ പ്രേരിപ്പിച്ചത്. വാട്സപ്പിന് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഇൻകം ആണ് വരുന്നത്. ഒന്ന്, ഡൗൺലോഡിങ് ഇൻകം. ഈ ലോകത്ത് ആര് വാട്സപ്പിനെ ഡൗൺലോഡ് ചെയ്താലും വാട്സപ്പ് കമ്പനിക്ക് ഡൗൺലോഡിങ് ഇൻകം കിട്ടും. 1. 2, നമ്മൾ വാട്സപ്പിൽ പോയിട്ട് എപ്പോഴൊക്കെ നമ്മുടെ പേഴ്സണൽ ഇന്റർനെറ്റ് ചെലവാക്കുന്നു ആ സമയത്ത് അവർക്ക് ഇന്റർനെറ്റ് ഡേറ്റ ഇൻകം കിട്ടും. 3, അവരുടെ കയ്യിൽ നമ്മുടെ എല്ലാവരുടെയും ഡിജിറ്റൽ KYC വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റാസിനെ അവര് കോർപ്പറേറ്റ് കമ്പനീസ് കൈമാറിക്കൊണ്ട് അവിടെ നിന്ന് അവര് വളരെ ഇന്നോവേറ്റീവ്, വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അവിടെയും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 ഇൻകം ആണ് വാട്സപ്പിന്റെ പ്രധാനമായിട്ടുള്ള ഇൻകം. ഈ 3 ഇൻകം കണ്ടുകൊണ്ടാണ് ഫേസ്ബുക്ക് വാട്സപ്പിന് ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് വിലയ്ക്ക് മേടിച്ചത്. അപ്പൊ ഈ 3 ഇൻകം വാട്സപ്പ് മാത്രമേ മേടിക്കുന്നുള്ളൂ എന്ന് നോക്കിയാൽ അല്ല. ഈ 3 ഇൻകം വാട്സപ്പ് കൂടാതെ ഇൻസ്റ്റാഗ്രാം, ഓക്കെ, ടിക്ടോക്ക്, ട്വിറ്റർ, ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡിജിറ്റൽ പ്രൊഡക്റ്റ് വെച്ച് ബിസിനസ് ചെയ്യുന്ന കമ്പനികളും മേടിക്കുന്നുണ്ട്. അതിനകത്ത് ഗൂഗിൾ, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള കമ്പനികൾ വളരെ ഭീമമായ എമൗണ്ട് ഏൺ ചെയ്യുന്നു. കാരണം അവർക്ക് ഒരു അഡീഷണൽ ഇൻകം കൂടെ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ് ഇൻകം. ഇപ്പൊ നമുക്ക് അവരുടെ ഇൻകത്തിനെ കുറിച്ചൊന്ന് നോക്കാം.
ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഗൂഗിൾ യൂട്യൂബിന്റെ ഇൻകം ആണ്. ലാസ്റ്റ് ഇയർ ഗൂഗിളിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,20,000 crores ആണ്. 11,20,000 കോടി. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിഗർ മൈ ഡിയർ ഫ്രണ്ട്സ്. യൂട്യൂബിന്റെ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് 8,12,000 crores. അപ്പൊ 11 lakh crores, 8 lakh crores, 5 lakh crores, 2 lakh crores, 1 lakh crores, 50,000 crores. ഇങ്ങനെയാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് വെച്ച് ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ പ്രോഫിറ്റുകൾ ഒരു വർഷം കൊണ്ട് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കമ്പനിയും ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിയും നാളെ ഇതുപോലെ എമൗണ്ട് മേടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും വലിയ എമൗണ്ട് കമ്പനിക്ക് നേടാൻ കഴിയുമോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൂഫും ഡേറ്റയും ഈ സർവേ റിപ്പോർട്ടും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഞാൻ എന്റർടൈൻമെന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഒരു ടെൻഷൻ ലൈഫാണ്. അപ്പൊ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അദ്ദേഹത്തിന് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്റർടൈൻമെന്റ്. അതിൽ എന്റർടൈൻമെന്റ് തുടങ്ങുന്നത് ടി വിയിലൂടെയാണ്. അപ്പൊ നമ്മൾ കേബിൾ ആൻഡ് DTH വഴിയാണ് നമ്മൾ ടി വി കാണുന്നത്. അതിനകത്ത് നമ്മൾ പാട്ടിന്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കേബിൾ ആൻഡ് DTHന് വേണ്ടി ഒരു ഫാമിലി ഓൺ ആൻ ആവറേജ് ഒരു വർഷം 6,000 രൂപ മുതൽ 10,000 രൂപ വരെ ചിലവാക്കുന്നുണ്ട്. അതുകൂടാതെ തിയേറ്ററുകളിൽ പോയിട്ട് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് 5-6 മാസമായിട്ട് തിയേറ്റേഴ്സ് എല്ലാം ഷട്ട് ഡൗൺ ആണ്. അപ്പൊ ആളുകൾ പലരും മൂവി ആപ്പിലോട്ട് ഡീവിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 3 മൂവി ആപ്സ് എന്ന് പറയുന്നത് അമേസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ ഏതാണ്ട് 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് വേണ്ടി നെറ്റ്ഫ്ലിക്സിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സൈൻ അപ്പ് ചെയ്യൂ, പിന്നെ മാസമോ വർഷമോ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഫീ പേ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് സിനിമകൾ പല ലാംഗ്വേജിലും സിനിമകൾ കാണാം, നിങ്ങൾക്ക് TV ഷോസ് കാണാം, വെബ് സീരീസ് കാണാം എന്നുള്ള ഫെസിലിറ്റിയാണ് അവർ തരുന്നത്. അതിനകത്ത് ദി ബെസ്റ്റ് ക്വാളിറ്റി, ഡിജിറ്റലിലുള്ള ഇന്നത്തെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അൾട്രാ HD 4K ക്വാളിറ്റി. അപ്പൊ അൾട്രാ HD 4K ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണണം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് വെബ് സീരീസ് TV ഷോസ് കാണണമെങ്കിൽ ഒരു മാസം 900 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വർഷം 10,000 rupees നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫാമിലി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ആവറേജ് ഫാമിലി 15,000 മുതൽ 20,000 രൂപ വരെ ഒരു വർഷം എന്റർടൈൻമെന്റിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്, ഇത് ഓർത്ത് വെക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പനിയെ പരിചയപ്പെടുത്താം. കമ്പനിയുടെ പേര് ടേറ്റ് ദേശി എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു പ്യൂർ ദേശി കമ്പനി, 100% ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണ്, ഹരിയാനയില്. സോ വി ഹാവ് 2 ഓഫീസേഴ്സ്, ഓൺ ഓഫീസേഴ്സ്, വൺ ഇൻ ഗുഡ്ഗാവ്, വൺ ഇൻ ഡൽഹി. അപ്പൊ നമ്മുടെ കമ്പനി ഇവിടെ ഒരു ബിസിനസ് ചെയ്യാണ്. അപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ 100% ഗവൺമെന്റ് പറയുന്ന ലീഗൽ ഫോർമാലിറ്റീസിനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി ബിസിനസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർ ആയിട്ട് ROCയിൽ രജിസ്റ്റർ ചെയ്ത് സിൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, സെയിൽ ടാക്സിൽ രജിസ്റ്റർ ചെയ്ത് GST നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്ത് പാൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അതേ കണക്ക് അവരുടെ സ്റ്റാഫ്സിന് സാലറി കൊടുക്കാനും അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്മീഷൻ കൊടുക്കാനും ഒക്കെ ഇൻകം ടാക്സിൽ ലൈസൻസ് മേടിച്ചിട്ടുണ്ട്. ആ ലൈസൻസ് ആണ് ടാൻ ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയും ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഗവൺമെന്റ് പറയുന്ന അത്ര ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഇനി കമ്പനിയുടെ ബാങ്ക്സ് പരിചയപ്പെടുത്താം. കമ്പനിക്ക് ബേസിക്കലി 2 ബാങ്കാണ് ഉള്ളത്. ഒന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക്, 2 IDFC ബാങ്ക്. ഇത് കൂടാതെ നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, നമ്മുടെ ക്രിപ്റ്റോ പേയ്മെന്റ് പാർട്ട്ണർ എന്ന് പറയുന്ന ബിറ്റ്കോയിൻ ആൻഡ് ഇതേരിയം. ഇനി കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ചെറുതായിട്ട് ഞാൻ പറയാം. ഈ ടേറ്റ് ദേശി ഗ്രൂപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു 15 വർഷമായിട്ട് ഇന്ത്യയിൽ പല ബിസിനസ്സിൽ കാൽ പതിച്ച് അവിടെ സക്സസ് ആയവരാണ്. ഇവർ ഓൾറെഡി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നടത്തുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ബിസിനസ്സിലുണ്ട്, മൂവി പ്രൊഡക്ഷൻ ഉണ്ട്, ഡയറി ഫാം നടത്തുന്നുണ്ട്, റെസ്റ്റോറന്റ് ബിസിനസ്സസ് നടത്തുന്നുണ്ട്. ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് 4 വർഷം കൊണ്ട് വളരെ ലുക്രേറ്റീവ് ആയിട്ട് ഒരു 4-5 ആപ്പ് ഇവർ ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പേയ്മെന്റ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇ-കോമേഴ്സ് പോർട്ടൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റിലാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള 2 ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടിക്ടോക്ക് പോലെയുള്ള ഒരു എന്റർടൈൻമെന്റ് ആപ്പും, 2 നെറ്റ്ഫ്ലിക്സ്, അമേസോൺ പ്രൈം പോലെയുള്ള ഒരു മൂവി ആപ്പും. ഓക്കെ, നമുക്കിനി ഇവരുടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കാണാം. ടേറ്റ് ദേശി ഒത്തിരി ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും 3 ആപ്സ് ആണ് ഇവർ ലാസ്റ്റ് 3 മാസം മുമ്പ് ലോഞ്ച് ചെയ്ത് 3 മാസമായിട്ട് ബിസിനസ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒന്ന് അപ്ന ടേറ്റ് ദേശി. അപ്ന ടേറ്റ് ദേശി എന്ന് പറയുന്നത് പ്യുവർ എന്റർടൈൻമെന്റ് ആപ്പാണ്, മൂവി ആപ്പാണ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെ. ടേറ്റ് ദേശി പരിവാർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആപ്പാണ്. ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിവിടെ ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. 3 ടേറ്റ് ദേശി. ടേറ്റ് ദേശി എന്ന് പറയുന്നത് ഒരു ടിക്ടോക്ക് പോലെയുള്ള ഒരു എന്റർടൈൻമെന്റ് ആപ്പാണ്. ഇതിനകത്ത് ആദ്യം ഞാൻ അപ്ന ടേറ്റ് ദേശിയെ കുറിച്ച് സംസാരിക്കാം. അപ്ന ടേറ്റ് ദേശി ബേസിക്കലി നമുക്ക് 3 ടൈപ്പിലുള്ള ലൈവ് ടി വി ചാനൽസ്. അപ്പൊ ലൈവ് ടി വി യുണീക് പോയിന്റ് ആണ് നമ്മുടെ ആപ്പിന്റെ. കാരണം നമ്മുടെ പല കോമ്പറ്റീറ്റീവ് ലൈവ് ടി വി ചാനൽസ് ഇല്ല. ഓക്കെ, ഇത് കൂടാതെ മൂവീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മൂവീസിൽ വന്നിട്ട് എല്ലാ ടൈപ്പ് ഓഫ് മൂവീസും നമ്മുടെ ആപ്പിലുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, തെലുഗു, കന്നഡ എന്ന് പറഞ്ഞ എല്ലാ ലാംഗ്വേജിലുണ്ട്. ഇന്ന് 2000-ൽ പരം മൂവീസ് നമ്മുടെ ആപ്പിലുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ആപ്പിന്റെ എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മൂവീസും അൾട്രാ HD 4K ക്വാളിറ്റി, ദാറ്റ് ഈസ് ദ ഡിജിറ്റലിലുള്ള ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മളിവിടെ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ പല ആപ്പുകളും നമ്മൾ യൂസും ചെയ്യുന്നുണ്ട്, പലർക്കും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ടേറ്റ് ദേശി ആപ്പ് നമ്മൾ ഉപയോഗിക്കുകയും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ റിലേറ്റീവ്സിനെയും അത് ഉപയോഗിക്കാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ആ ഇൻകം ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാനിപ്പോ ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ കമ്പനി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. അപ്പൊ ഇൻകം ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചാൽ കമ്പനി പറയുന്നത് അവരുടെ എന്റർടൈൻമെന്റ് ആപ്സ് ആയിട്ടുള്ള ടേറ്റ് ദേശി ആൻഡ് അപ്ന ടേറ്റ് ദേശി ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്ന ടേറ്റ് ദേശിയിൽ പോയിട്ട് സൈൻ അപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം ആ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 5 വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. അപ്പൊ 5 വർഷം വെറും 5,000 rupees പ്ലസ് ഗവൺമെന്റ് അടയ്ക്കാനുള്ള GST. സോ 5,000 rupees പ്ലസ് GST നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് 5 വർഷത്തേക്ക് നമുക്ക് അൾട്രാ HD 4K ക്വാളിറ്റിയിൽ മൂവീസും വെബ് സീരീസും ലൈവ് ടി വി ചാനൽസും കാണാനുള്ള ഫെസിലിറ്റിയാണ് കമ്പനി നമുക്ക് തരുന്നത്. അതായത് 1,000 രൂപയ്ക്ക് നമ്മുടെ എല്ലാ എന്റർടൈൻമെന്റ് ആവശ്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ആപ്പ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ വീട്ടിലിരുന്നു കൊണ്ട് സേഫ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ളവർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, സോ ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ 2 പേരെ റെഫർ ചെയ്യുക. 2 പേരെ റെഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് മാത്സിൽ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ പറയുന്ന 2 എന്ന് പറയുന്ന ബൈനറി എന്ന് പറയും. അപ്പൊ ഈ സിസ്റ്റം ഒരു ബൈനറി സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ ഒരാളെ റെഫർ ചെയ്യുകയും റൈറ്റിൽ ഒരാളെ റെഫർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ആവുന്നു. അപ്പൊ നമുക്ക് 2 ടീം മുന്നോട്ട് പോകുന്നു. ദാറ്റ് ഈസ് വൺ ഈസ് ലെഫ്റ്റ് ടീം ആൻഡ് അതർ ഈസ് റൈറ്റ് ടീം. ഈ ലെഫ്റ്റ് ടീം ആൻഡ് റൈറ്റ് ടീം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻകം ആയ മാച്ചിങ് ബോണസ് ലഭിക്കുന്നു. അപ്പൊ മാച്ചിങ് ബോണസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ടീമിന്റെ മാച്ചിങ്ങിന്റെ 10% നമുക്ക് കമ്പനി തരുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻകം. ഈ ഇൻകം നമുക്ക് ഒരു ദിവസം 5,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മേടിക്കാനുള്ള മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തരുന്നത്. അതായത് ഈ ഒറ്റ ഇൻകം കൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം 1.5 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ മേടിക്കാനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻകം. Second income is referral income, my dear friends. It is a very beautiful, lucrative income. റെഫറൽ ഇൻകം എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെയൊക്കെ ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നു അവർ മേടിക്കുന്ന മാച്ചിങ് ബോണസിന്റെ 5% നമുക്ക് ജീവിതകാലം ഫുള്ള് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ റെഫറൽ ഇൻകം, ദ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഇൻകം. ഈ 2 ഇൻകം ആണ് കമ്പനിയുടെ മെയിൻ 2 ഇൻകം. ഒന്ന് ഈസ് മാച്ചിങ് ബോണസ്, സെക്കൻഡ് ഈസ് റെഫറൽ ബോണസ്. ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ വരാൻ പോകുന്ന ഇൻകം ആണ് റീപർച്ചേസ് ബോണസ് ഇൻകം. അപ്പൊ നമ്മുടെ റീപർച്ചേസ് പ്രോഡക്ട്സും ഒത്തിരി വരുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ സ്വന്തം ടെലിവിഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് കമ്പനിയുടെ സ്വന്തം എയർ പ്യൂരിഫയർ വരുന്നുണ്ട്, കമ്പനിയുടെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ നമ്മുടെ ഡൗൺലൈൻസ്, നമ്മുടെ ടീം ഈ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുകയും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലുക്രേറ്റീവ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള റീപർച്ചേസ് ബോണസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എയിം ചെയ്യാൻ കഴിയും. അപ്പം ഇതാണ് കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ചും കമ്പനിയുടെ പ്ലാനിനെ കുറിച്ചും എല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാം ഓക്കെ, ബട്ട് വൈ ടേറ്റ് ദേശി, എന്തുകൊണ്ട് ടേറ്റ് ദേശി? അപ്പൊ ഈ ഒരു സ്ലൈഡ് അതിന്റെ ഉത്തരം തരും. ഫസ്റ്റ് പോയിന്റ്, ടേറ്റ് ദേശി എന്ന് പറയുന്നത് ഒരു 100% ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, ഗവൺമെന്റ് പറയുന്ന എല്ലാ ലീഗൽ ഫോംസിനെയും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. 2, ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷെ നമുക്ക് ഇന്ന് 200-ൽ പരം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
3, ഞാൻ ഓൾറെഡി ഡിജിറ്റൽ പ്രൊഡക്ട്സിന്റെ പവർ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഡിജിറ്റൽ പ്രൊഡക്റ്റും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സിമ്പിൾ. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ആയിക്കോട്ടെ, ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാൻ ആയിക്കോട്ടെ, വളരെ സിമ്പിൾ ആണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാനും കഴിയും, ഏതൊരു സാധാരണക്കാരന് കഴിയുന്ന ഒരു പ്രോഡക്റ്റും പ്ലാനുമാണ്. The most important, the last point, the most important but not the least, my dear friends, it is ബിസിനസ് ആയിക്കോട്ടെ, അത് ട്രഡീഷണൽ ബിസിനസ് ആയിക്കോട്ടെ, ഫ്രാഞ്ചൈസി ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റെഫറൽ മാർക്കറ്റിംഗ് ബിസിനസ് ആയിക്കോട്ടെ. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് തുടങ്ങിയിട്ട് അവരിങ്ങനെ ഇരിക്കും, മന്ദബുദ്ധിയെ പോലെ ഇരിക്കും, അവർ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ബിസിനസ്സിൽ ഫെയിലിയർ ആവുന്നത്. അപ്പൊ ബിസിനസ് തുടങ്ങുന്ന എല്ലാവരും ബിസിനസ്സിൽ സക്സസ് ആവാറില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു റെസ്റ്റോറന്റ് തന്നെ എടുക്കാം. നിങ്ങളുടെ തന്നെ ഏരിയയിൽ എത്ര പേര് റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ട്? എത്ര പേര് റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് 6 മാസം 1 വർഷം കൊണ്ട് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്? അപ്പൊ ആരാണ് സക്സസ് ആവുന്നത്? ആരാണ് വൈൻഡപ്പ് ചെയ്യുന്നത്? ആരാണോ ആ ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് പഠിക്കുകയും ലേൺ ചെയ്യുകയും കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ഫോക്കസ് കോൺസെൻട്രേഷൻ ചെയ്ത് സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു, അവർ ആ ബിസിനസ്സിൽ വിജയിക്കുകയും ആരാണോ ബിസിനസ് തുടങ്ങിയിട്ട് വളരെ ലേസി ആയിട്ട് വളരെ എന്താ പറയുന്ന ഒരു കുട്ടികളി പോലെ അത് നോക്കിയിരിക്കുന്നവരാണ് ആ ബിസിനസ്സിൽ ഫെയിൽ ആവുന്നത്. അപ്പം ഈ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് കമ്പനി ഇവിടെ നമ്മുടെ ഈ ബിസിനസ്സിനെ സീറോ ലൂസർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ സീറോ ലൂസർ പ്ലാൻ എങ്ങനെയാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി കമ്പനിയുടെ പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കമ്പനിയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിൽ കമ്പനി മ്യൂസിക് ആൽബംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാസം തന്നെ ഏതാണ്ട് 4 ആൽബം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ വരാൻ പോകുന്ന 20-ാം തീയതി നമ്മുടെ ഒരു വലിയ മ്യൂസിക് ആൽബം ട്രേസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി ഇതുവരെ 3 വർഷം കൊണ്ട് ഏതാണ്ട് 90-ൽ പരം മ്യൂസിക് ആൽബം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ ലോഞ്ച് ചെയ്യുന്ന മ്യൂസിക് ആൽബത്തിനെ ഇവർ ട്രഡീഷണൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? TV ചാനലിന് കൊടുത്ത് കാശ് മേടിക്കുന്നുണ്ട്, മ്യൂസിക് കമ്പനീസിന് കൊടുത്ത് കാശ് മേടിക്കുന്നുണ്ട്, സാറ്റലൈറ്റ് റൈറ്റ്സിന് കാശ് കിട്ടുന്നുണ്ട്, സ്ട്രീമിംഗ് റൈറ്റ്സിന് കാശ് കിട്ടുന്നുണ്ട്. അങ്ങനെ അവരത് ട്രഡീഷണൽ ആയിട്ട് വിറ്റ് എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അത് ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ ഇവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവർ ആ വീഡിയോസിന് അവരുടെ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനൽസിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് യൂട്യൂബിൽ നിന്നും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം അവർ എയിം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്ത് പോയി നോക്കുവാണെങ്കിൽ ഇവരുടെ പല വീഡിയോസും മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂ ആണ് ഓൾറെഡി വന്നു കഴിഞ്ഞത്, അതും വളരെ തുച്ഛമായ സമയം കൊണ്ട്. സോ അവർ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ടുകൾ അവര് ഈ ബിസിനസ്സിൽ വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ സീറോ ലൂസർ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ ആരൊക്കെ ഈ ബിസിനസ്സിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ മേടിക്കുന്നു, അവർക്ക് കമ്പനി അവരെ പ്രൊഡക്ഷൻ ഹൗസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസിന് 2 ലിങ്ക് അയച്ചു കൊടുക്കും. അത് 90 സെക്കൻഡ് കാണാൻ പറയും. അപ്പൊ 2 വീഡിയോ 90 സെക്കൻഡ് കാണണമെങ്കിൽ നമുക്ക് 3 മിനിറ്റ് ചെലവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ 3 മിനിറ്റ് ചെലവാക്കുമ്പോൾ കമ്പനി നമുക്ക് ഒരു മാസം 2 മുതൽ 3 പ്രാവശ്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലീഗലായിട്ട് എല്ലാ ടാക്സസും ഡിഡക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എമൗണ്ട്. അപ്പം ഒരു വ്യക്തി പോസിറ്റീവ് ആണ്, ആ വ്യക്തി വരും 3 മിനിറ്റ് വീഡിയോ കാണുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഇൻകം വരുന്നുണ്ട്. ഈ പ്രോസസ്സിലൂടെ ഒരു 5 മാസം കൊണ്ട് അദ്ദേഹം എത്ര രൂപയാണോ ഈ സബ്സ്ക്രിപ്ഷൻ ബൂമറങ് ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലീഗലായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഇതുപോലെ വീഡിയോ കണ്ട് 1800 രൂപ വരെ മേടിക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിയുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു മൈ ഡിയർ ഫ്രണ്ട്സ്, 2 ടൈപ്പ് ഓഫ് ആളുകൾ ഈ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഒന്ന്, അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണ്ട. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു 3 മിനിറ്റ് വീഡിയോ കണ്ട് 5 മാസം കൊണ്ട് നിങ്ങൾ എത്ര സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുത്തോ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം. അത് കംപ്ലീറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തിരിച്ച് ലീഗലായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ മൂവി ആപ്പ് കണ്ട് എൻജോയ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കൂ. ഓക്കെ, ദിസ് ഈസ് വൺ കാറ്റഗറി. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒത്തിരി ഡ്രീംസ് ഉണ്ട്, ഒത്തിരി ഗോൾസ് ഉണ്ട്. നമുക്ക് ഫാമിലിക്ക് ഇതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കൊടുക്കണം, എന്റെ കുട്ടികൾക്ക് ഇതുപോലത്തെ എഡ്യൂക്കേഷൻ കൊടുക്കണം, എന്റെ മോളെ ഇതുപോലെ കല്യാണം കഴിച്ചയക്കണമെന്ന് പലർക്കും പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനി. അപ്പം അത് അങ്ങനെ സീരിയസ് ആയിട്ടുള്ളവർ അവർ ഈ ബിസിനസ്
ചെയ്യുക. അപ്പൊ ഈ ബിസിനസ്സിൽ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? നമ്മൾ രണ്ടുപേരെ റെഫർ ചെയ്യുക. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു ബൈനറി സിസ്റ്റം ആണ്. അപ്പൊ കമ്പനി അതിനകത്തും ഒരു അട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഈ ബിസിനസ്സിൽ നിങ്ങൾ രണ്ടുപേരെ റെഫർ ചെയ്യുന്നത് ഒരാഴ്ച 10 ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ബൂസ്റ്റർ വീഡിയോസ് തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് ഡബിൾ ദ വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് 5 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വരും 2.5 മാസം കൊണ്ട് തന്നെ 100% ക്യാഷ് ബാക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ രണ്ടുപേരെ റെഫർ ചെയ്യാൻ എത്ര ഈസിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഒരു 4-5 പോയിന്റ്സ് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, നമ്മൾ 5000 രൂപ പ്ലസ് GST പേ ചെയ്യുമ്പോൾ നമുക്ക് അൾട്രാ HD 4K ക്വാളിറ്റിയിൽ 5 വർഷം നമുക്ക് മൂവീസ്, വെബ് സീരീസ്, TV ചാനൽസ് കാണാനുള്ള ഫെസിലിറ്റി കിട്ടുന്നു. രണ്ടാമത്തെ പ്ലസ് പോയിന്റ്, നമുക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കമ്പനി വീട്ടിലിരുന്നുകൊണ്ട് വരും 3 മിനിറ്റ് യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് 5 മാസം കൊണ്ട് നമ്മൾ കൊടുത്ത സബ്സ്ക്രിപ്ഷൻ ഫീ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. 4, നിങ്ങൾ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സിന്റെ നെയിം ലിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അവരെ നിങ്ങൾ സംസാരിച്ച് വരും 2 പേരെ ബിസിനസ്സിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 2.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിനകത്ത് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലിരുന്ന് വെറും 3 മിനിറ്റ് വീഡിയോ കാണുന്നത് കൊണ്ട് ഒരു 10 മാസം കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊടുത്ത സബ്സ്ക്രിപ്ഷൻ ഫീസിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലീഗൽ ആയിട്ട് വരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇത്രയും പോയിന്റും കേട്ട് കഴിഞ്ഞിട്ട് ഏത് വ്യക്തിയാണ് ബിസിനസ്സിൽ വരാതിരിക്കുക? ബിസിനസിന്റെ ബി പോലും മൈൻഡിൽ ഇല്ലാത്ത ഒരാൾ മാത്രമേ ബിസിനസ്സിൽ വരാതിരിക്കൂ. അതല്ലെന്നുണ്ടെങ്കിൽ 100% അവർ ഈ ബിസിനസ്സിൽ വന്നിരിക്കും. സോ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സിനെ ഇൻഫോം ചെയ്യൂ. കാരണം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ ബൂസ്റ്റർ വീഡിയോസും ഈ കമ്പനിയുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സും പറഞ്ഞ് 2 പേരെ റെഫർ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ 2 കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുകയും ഈ പ്രോസസ് ഒരു 3 മാസം ഈ ബിസിനസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്താൽ മൈ ഡിയർ ഫ്രണ്ട്സ് 15 മുതൽ 20 ലക്ഷം രൂപ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നിങ്ങൾക്ക് തരുന്നത്. 100% എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ഒരു 100 ദിവസം ചെയ്യുകയാണെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ ആഴ്ചയിൽ മേടിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ അങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നാണ് മൈ ഡിയർ ഫ്രണ്ട്സ് അതിന്റെ അർത്ഥം. അപ്പം ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യൂ. നെയിം ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെയിം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യൂ. അവരെ നിങ്ങൾ വിളിച്ച് സംസാരിക്കൂ. വളരെ വിളിച്ച് സംസാരിക്കൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയൂ. ആപ്പിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറയൂ. അത് കഴിഞ്ഞ് അവരെ മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ്. മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യൂ. വേറെ ഒന്നും വേണ്ട. മീറ്റിംഗിൽ വന്ന് അവർ മീറ്റിംഗ് കാണട്ടെ. അത് കഴിഞ്ഞ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ചെയ്യട്ടെ, അതല്ലെങ്കിൽ അവർ ചെയ്യണ്ട. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ ഓപ്പർച്യൂണിറ്റി മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ബൂസ്റ്റർ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞു, ബൂസ്റ്റ് ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോർലിക്സ് ഇൻകം കൂടെ പറയാം. കമ്പനി ഓഗസ്റ്റ് മാസം ഒരു അടിപൊളി ബൊണാൻസ തന്നിട്ടുണ്ട്. 3 ഓഗസ്റ്റ് മുതൽ 13 സെപ്റ്റംബറിനകത്ത് നിങ്ങൾ ഒരു 10,000 രൂപ ഏൺ ചെയ്താൽ കമ്പനി നിങ്ങൾക്ക് 5,000 രൂപയുടെ റിവാർഡ് തരുന്നുണ്ട്. നിങ്ങൾ 75,000 രൂപ ഏൺ ചെയ്താൽ 50,000 രൂപയുടെ റിവാർഡ് തരുന്നു. നിങ്ങൾ 10 ലക്ഷം രൂപ ഏൺ ചെയ്താൽ നിങ്ങൾക്ക് 8.5 ലക്ഷം രൂപയുടെ റിവാർഡ് തരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ ടേറ്റ് ദേശി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റിയെ ദയവായിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക, വളരെ സീരിയസ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. ഓക്കെ, സോ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ആരാണോ നിങ്ങളെ മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്തത് അവരുടെ അടുത്ത് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ടഫ് സിറ്റുവേഷനിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ലീഗൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ടേറ്റ് ദേശി എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, സോ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ സ്റ്റഡി ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുക. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ അറാഫത്ത് സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു.